ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് 2 പ്രതിഫലം ഞാൻ തരും. എത്ര പ്രതിഫലം? എത്ര പ്രതിഫലം? 2 പ്രതിഫലം. 1, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് തരും? എന്ത് തരും? കാന. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ആര് തരും? ആര് തരും? അല്ലാഹ് തരും. നീ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. 2, നിനക്ക് നല്ല മരണം തരാം. നീ ചെയ്യേണ്ട നന്മ എന്താ? ഇന്നത്തെ മാതാപിതാക്കൾ പഠിക്കണം, ഇന്നത്തെ തലമുറ പഠിക്കേണ്ട ആയത്താ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ نحن نرزقك والعاقبة للتقوى. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ത്വാഹ ഏറ്റവും അവസാനത്തെ പേജ് എടുത്ത് നോക്കിക്കോ. 132-135 കണ്ട ആയത്ത അല്ലാഹ് പറയുന്നുണ്ട്. അല്ലാഹ് പറയുകയാ, നീയും നിന്റെ കുടുംബവും 5 നേരം നിസ്കരിക്കാമെങ്കിൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ എത്ര പേര് ഇവിടെ ഒരുമിച്ച് കൂടി? നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി. ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? പറകാക്കാമാരെ, നമ്മൾ എത്ര പേര് ഇവിടെ കൂടിയില്ലേ? ഈ ഇരിക്കുന്ന ജനങ്ങളിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? ഉസ്താദന്മാര്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആര്? പറടങ്ങായിമാര്. ആരാ? ഉസ്താദന്മാര്. എന്താ സംശയമുണ്ടോ? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? എല്ലാ ദിവസവും ഇറച്ചി തിന്നണ ആരാ ഉള്ളതെന്ന് പറഞ്ഞ് ഏത് കാശുകാരനാ? എല്ലാ ദിവസവും ഇറച്ചി, നല്ല കഷ്ണം മീൻ, മട്ടൻ മന്തി, നെഹദി മഹദി എന്ന് ആരുണ്ട്? ഉസ്താദന്മാരെ കഞ്ഞിയും പയറും ഇല്ലേ എന്നും മച്ചായിക്ക് കാശുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം. മച്ചാന്നല്ലേ വിളിക്കുന്നത്? എന്താ വിളിക്കുക ഇവിടെ? എന്താ വിളിക്കുക? ഭർത്താവ് ചീത്ത വിളിക്കാതിരുന്നാ മതി. സുബ്ഹാനല്ലാഹ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ലടാ. ഞാൻ ഒരു വീട്ടിൽ പോയപ്പോ ഭർത്താവിന് ഭാര്യ വിളിക്കുക, എടാ ഇതിങ്ങെടുക്കടാ, എടാന്ന് വിളിക്കുന്ന കാലഘട്ടം ഇന്ന്. ഭർത്താവിന് അത്രയ്ക്ക് ആയിപ്പോയി. എടാ വാടാ പോടാ നിന്ന് വിളിക്കുന്നു. പടച്ചവനെ പേര് വിളിക്കും പെണ്ണുങ്ങൾ ഭർത്താവിന്. എന്താ വിളിക്കുക? പേര്. സിറാജിക്ക അല്ലേ? മസലയൊക്കെ പഠിച്ചു വെച്ചേക്ക. ഇത് ലൈനടിയൊന്നും പറയേണ്ട ഉസ്താദ്, പോയി. ഇപ്പൊ തേപ്പ് മാത്രമേ ഉള്ളൂ. അല്ലാഹു കാക്കമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ പെണ്ണുങ്ങൾ പേര് വിളിക്കും ഭർത്താവിന്റെ. അപ്പൊ ചോദിക്കുക, അലിയാര് തങ്ങളെ ഫാത്തിമ അലി എന്നല്ലേ വിളിച്ചെന്ന് ചോദിക്കണം. മസലയൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. എന്റെ സഹോദരിമാരെ, ഭർത്താവിന്റെ പേര് വിളിക്കാൻ പാടില്ല. കാരണം പണ്ട് എന്താ പറയാ, കുട്ടികളുടെ ഉപ്പ ഏയ് നിങ്ങള് ഏയ് എന്നൊക്കെ വിളിക്കുക. ഇതെല്ലാം പോയി. ഭർത്താവ് വാപ്പാനെ വിളിക്കുന്ന എങ്ങനെ? അബൂബക്കർ വാപ്പാന്ന് വിളിക്കണം. എന്റെ പേര് സിറാജ്, എന്റെ മോൻ എന്നെ സിറാജ് വാപ്പാന്ന് വിളിക്കണം, വാപ്പാന്ന് വിളിക്കണം. നീ എങ്ങനെ ഉമ്മാനെ വിളിക്കണം? ഖദീജ ഉമ്മാന്ന. എല്ലാ എണ്ണം കേറിയിട്ട് ഭർത്താവിന്റെ പേര് വിളിക്കുന്ന ചില പെണ്ണുങ്ങൾ. അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എന്നെ കൊടുക്കേണ്ട ബഹുമാനവും സ്നേഹവും ഒക്കെ ആരോട് പറയാനാ? പുള്ള ഗെയ്സ് എന്നാ വിളിക്കുക ഇല്ലെന്ന് പിള്ളേര്, കുട്ടികളൊക്കെ ഗെയ്സ് 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 എന്ന് വിളിക്കുന്നു. സുബ്ഹാനല്ലാഹ്. പാപ്പാനെ വരെ ഗെയ്സ് എന്ന് വിളിക്കുന്നവരുണ്ട്. ഞാനൊരു കടയിൽ ദോശ തിന്നാൻ പോയി. വഴുത് കഴിഞ്ഞ് പോകുമ്പോ തട്ടുകടയിൽ കയറും, വല്ല ദോശ വല്ലതും തിന്നാൻ, ഓംപ്ലേറ്റ് ഒക്കെ തിന്നാൻ. ഒരു കടയിൽ കയറിയപ്പോ ഒരു ഫുലാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. ജുബ്ബായും തൊപ്പിയിട്ട് ബ്രോ എന്ത് വേണം? സുബ്ഹാനല്ലാഹ്. കാലഘട്ടം എവിടെ എത്തി? അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടോ, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കാൻ ആരാ? ഉസ്താദുമാര്. ഒരു പേടിയില്ല. ഇപ്പൊ സാമ്പാറും ചോറും തിന്നോ, അടിപൊളിയായിട്ട് ഇനി തിന്നാം. ഇപ്പോഴേ ഉള്ളു. പഠിക്കണ കാലത്ത് സാമ്പാറും ചോറൊക്കെ ഉള്ളു. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഫുഡാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആമിനാത്തായ പെണ്ണ് കാണാൻ വന്നപ്പോ അല്ലോ ഉസ്താദന്മാരോ പഠിച്ചവനെ വേണ്ട. ഉസ്താദന്മാര് താത്തായ പെണ്ണ് കാണാൻ വന്നപ്പോ പറയാ, ഓ ഉസ്താദോ. ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? അതും പറയാൻ മടിയാണോ? ഇവിടെ കിളയ്ക്കാൻ പോകുന്നവരുണ്ട് 900-1000 ഒക്കെ.
1000-നൊന്നും ഇപ്പൊ ബംഗാളിയെ പോലും കിട്ടത്തില്ലല്ലോ. പക്ഷെ ഏറ്റവും ചെറിയ ശമ്പള ഉസ്താദിനാണെങ്കിലും സർവ്വതും കഴിഞ്ഞ് ബാങ്കിൽ കൊണ്ടിടുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആലിമ. എന്തുകൊണ്ട്? നിങ്ങൾ ആര് പള്ളിയിൽ പോയില്ലെങ്കിലും ആ ചങ്ങാതി 5 വഖത്ത് പള്ളിയിലുണ്ട്. അതുകൊണ്ടാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ചോദിച്ചു, സിറാജെ ഞാനും 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ട്, പിന്നെന്താ എനിക്ക് കിട്ടാത്തതെന്ന്. ഉസ്താദന്മാർക്ക് മാത്രമുള്ളതാണോ? അല്ല, ആര് നിസ്കരിച്ചാലും അള്ളാഹു കൊടുക്കും. ആലിമീങ്ങൾക്ക് മാത്രമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ ഞാൻ 5 വഖത്ത് നിസ്കരിക്കും. എന്റെ താത്ത പറയണത്, സിറാജ് ഉസ്താദെ ഞാൻ 5 വഖത്ത് നിസ്കരിക്കും, എന്നിട്ട് എന്തേ ഉസ്താദെ എനിക്ക് കിട്ടാത്തതെന്ന്. ഒരു വ്യത്യാസമുണ്ട് ഉസ്താദ് നിങ്ങളും തമ്മിൽ. ഉസ്താദ് നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ഉസ്താദ് ബാങ്ക് വിളിച്ച് 15 മിനിറ്റിന്റെ ഉള്ളിൽ നിസ്കരിക്കും. നീ ആണെങ്കിൽ ഖള ആവുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും നിസ്കരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വ്യത്യാസം എന്താ? ഉസ്താദ് ബാങ്ക് വിളിച്ച് 15 മിനിറ്റിനുള്ളിൽ ജമാഅത്തായിട്ട് ഉസ്താദ് നിസ്കരിക്കും. നമ്മളോ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും. ഇല്ല താത്ത, 12:30 ആകുമ്പോൾ ളുഹറിന് ബാങ്ക് വിളിക്കും. നീ മീൻ വെട്ടും, സാമ്പാർ വെക്കണം, മീൻകറി വെക്കണം, ചോറ് വെക്കണം, വീട് തൂക്കണം, തുടയ്ക്കണം, കുളിക്കണം, എല്ലാം കഴിഞ്ഞ് ഒരു 2:45 3 മണിയാകുമ്പോ നീ ഒരുങ്ങിയൊരു പോക്കുണ്ട് ഹജ്ജ് ചെയ്യാൻ പോകുന്നതല്ലേ. അതേത് വഖത്ത് നിസ്കരിക്കാനാ? എടാ, നമുക്ക് തോന്നുന്ന സമയത്തല്ല നിസ്കരിക്കേണ്ടത്. ഇന്ന സലാത്ത ഖാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട് സമയം. നിനക്ക് തോന്നുന്ന സമയത്ത് ചെയ്യാനുള്ളതല്ല നിസ്കാരം. അത് അല്ലാഹ് സമയം. പിന്നെ ഈ മോദിയും കടന്ന് വിളിക്കണേ. ഈ 12:30-ക്ക് എന്തിനാ മുഅദ്ദിൻ 5 വഖത്ത് വിളിക്കേണ്ട കാര്യം എന്താ? നിനക്ക് തോന്നുമ്പോൾ നിസ്കരിച്ചാ പോരെ? അപ്പൊ അല്ലാഹു നിശ്ചയിച്ച സമയത്ത് നിസ്കരിക്കണം. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. വൈലെന്ന് പറയുന്ന നരകം കള്ളു കുടിക്കുന്നവനും കഞ്ചാവ് അടിക്കുന്നവനും അല്ല, ഇങ്ങനെ നിസ്കരിക്കുന്നവർക്കാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹ് തരും. നിസ്കരിച്ചാ മതി. 5 വഖത്ത് നിസ്കരിച്ച മരിക്കണ കാലം വരെ റബ്ബ് ഭക്ഷണം തരും. ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 2 നല്ല മരണം അല്ലാഹു തരും. വൽ ആഖിബത്തു ലിത്തഖ്വ. അല്ലാഹു പറയുന്നു, നല്ല മരണം തരാം. ഞാനല്ല പറയുന്നത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ. പെങ്ങളെ, ഏതെങ്കിലും ഒരു സിനിമാ കഥയല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇരിക്കുന്നത് മുഴുവനും പണ്ഡിതന്മാരാണ്. എന്തിനാ നീ നിന്റെ വീട്ടിൽ ചെന്നിട്ട് ത്വാഹ എന്ന് പറയുന്ന ഒരു അധ്യായം അല്ലാഹുവിന്റെ ഖുർആനിൽ കാണാം. അതിന്റെ അവസാനത്തെ പേജ് എടുത്തിട്ട് നീ അതിന്റെ അർത്ഥമൊന്ന് വായിക്ക്. വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പടന്ന് പറയുകയാ, നല്ല മരണം തരും ഉമ്മമാരെ, നല്ല മരണം തരും ഉപ്പമാരെ. നിനക്കറിയുമോ നല്ല മരണം എന്താണെന്ന്? വാപ്പാ, നീ കരുതുന്നത് വെള്ളിയാഴ്ച മരിക്കുന്നത് മാത്രമാണ് നല്ല മരണമെന്ന്. റമളാൻ 17-നോ 27-ാം രാവിലോ മരിക്കുന്നതാണ് നല്ല മരണമെന്ന് മാത്രം കരുതുന്നവര്. എടോ, നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഒരു ഉദാഹരണം പറയട്ടെ. നിസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ഒരു മരണം ഞാൻ പറഞ്ഞു തരാ. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറമാണ് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു മരണം പറഞ്ഞു ദുആ ചെയ്തു പിരിയാ. അല്ലാഹുവേ, 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന മരണമെന്താ? എന്തായാലും വിഷയം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. 3 എണ്ണം പറയണമെന്നിരുന്നതാ. 1 എണ്ണം പറയാൻ സമയമുണ്ട്. ഇരുന്ന ഈ ഒരൊറ്റ ചരിത്രം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിച്ചാൽ അല്ലാഹു തരാമെന്ന് പറഞ്ഞ മരണത്തിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന മരണം എന്താ? മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ സഹാബിയാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ പിടിക്കുകയാണ്. ഒരിക്കൽ ഹുബൈബിനെ ഒറ്റയ്ക്ക് കെട്ടി ശത്രുക്കൾ പിടിച്ചു കെട്ടി കൊണ്ടുവരികയാണ്. അവസാനം ഹുബൈബിനോട് പറഞ്ഞു, ഹുബൈബേ,
മതം മാറി പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചുപാടാ. നിനക്ക് അധികാരം തരാ, നിനക്ക് എത്ര സമ്പത്ത് വേണമെങ്കിലും തരാ, നീ കാണിക്കുന്ന പെണ്ണിന് നിന്റെ കൂടെ കിടത്തി തരാ. എന്തിനാടാ ചെറുപ്രായത്തിലേ ചാകുന്നത്? മതം മാറി പഴയതുപോലെ ഞങ്ങളുടെ കൂടെ വാടാ, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങളുടെ കൊന്നുകളയും. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. എന്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഹുബൈബ് സമ്മതിക്കുന്നില്ല. അവസാനം എന്ത് ചെയ്തെന്നറിയോ? എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു, ഇവനെ പരസ്യമായി തൂക്കിലേറ്റണം, ഇവനെ പരസ്യമായി തൂക്കിലേറ്റണം. അങ്ങനെ എല്ലാവരും കൊല്ലാൻ തീരുമാനിച്ചു. ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ഉബൈബിനെ തൂക്കിക്കൊല്ലാനുള്ള കഴുകുമരം റെഡിയാക്കുകയാണ്. അങ്ങനെ കഴുകുമരം റെഡിയായി കഴിഞ്ഞപ്പോ കൂട്ടുകാരി ചോദിക്കുന്നു, ഹുബൈബേ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? മരിക്കുന്നതിന് മുമ്പ് വല്ല മോഹവുമുണ്ടെങ്കിൽ പറയടാ ഹുബൈബ്. മരിക്കുന്നതിന് മുമ്പ് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറയടാ ഹുബൈബ്. എന്തു പറഞ്ഞാലും ഞങ്ങൾ സാധിപ്പിച്ചു തരാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരാ. അവര് വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന്. എന്നാ ഹുബൈബ് തങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നെന്നറിയോ? എനിക്ക് മരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാൻ സമ്മതിച്ചാ മതി. ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു 2 റക്അത്ത് പെട്ടെന്ന് നിസ്കരിക്കുകയാണ്. ചെറിയ സൂറത്തുകളാണ് പാരായണം ചെയ്തത്. നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ, എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ഇന്ന് പെട്ടെന്ന് നിസ്കരിച്ചു തമ്പുരാന്, ഇന്ന് പെട്ടെന്ന് നിസ്കാരം നിർത്തി തമ്പുരാന്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പടച്ചവനെ, വലിയ സൂറത്ത് ഓതിയിട്ട് ഞാൻ എന്റെ നിസ്കാരം നീട്ടിയാൽ ഇമാമാര് പറയും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് സമയമെടുത്തതെന്ന് ഇവരെന്നെ കളിയാക്കും റബ്ബേ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചത്. എന്നിട്ട് കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. ഉബൈബ് തങ്ങളുടെ കൈ കെട്ടി, അവിടത്തെ കാല് കെട്ടി, തലമറയ്ക്കാൻ പോയപ്പോ ശത്രുക്കളെ വിളിച്ചു പറഞ്ഞു, മറക്കല്ലേ, ഇവന് കഴുകുമരത്തിൽ കിടന്ന് പിടയുന്നത് എല്ലാവരും ഒന്ന് കാണട്ടെ, എല്ലാവരും കാണട്ടെ ഇവൻ കിടന്ന് പിടയുന്നത്. അങ്ങനെ ഹുബൈബ് തങ്ങളുടെ മുഖം മറച്ചില്ല, കഴുത്തിൽ കയറിട്ടു. അവസാനമായി ചെന്നിട്ട് ചോദിച്ചു, ഹുബൈബേ, നീ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാടാ, നിന്നെ കൊല്ലാ തോന്നുന്നില്ലടാ ഹുബൈബേ, നീ മതം മാറണ്ട, നീ മതം മാറണ്ട. മുഹമ്മദിനെ ഒരു മോശമായ ഒരു വാക്കു പറഞ്ഞാൽ നിന്നെ ഞങ്ങള് ജീവനോടെ തിരിച്ചുവിടാ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ എന്റെ നബി തങ്ങളെ കുറിച്ചൊന്നും പറയില്ല. അല്ലാഹുവേ, അവർക്ക് ദേഷ്യമായടോ, നിന്നെ കൊല്ലുമടാ ഹുബൈബ്. ഉബൈബിനോട് പറയുകയാ, നിന്നെ ഞങ്ങൾ തൂക്കിക്കൊല്ലുമടാ. ഉബൈബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും കൊന്നോ, തൂക്കിക്കൊല്ലണോ, വെട്ടിക്കൊല്ലണോ, കുത്തിക്കൊല്ലണോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എന്നെ കൊന്നോ. വയ്യക്ക് തഴൂരിജിലീ. ഉബൈബ് തങ്ങൾ ആ കഴുകുമരത്തിൽ കടന്ന് ബൈത്ത് പാടുകയാണ്. അതാ കുന്തം കൊണ്ടുവന്നിട്ട് ഉബൈബ് തങ്ങളുടെ നെഞ്ചിൽ കുത്തിയിറക്കി. ചെറുപ്പക്കാരാ, വയറ്റിൽ കുത്തിയിറക്കിയടാ മോനെ. എന്നിട്ട് പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ. ഉബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറ് മുറുകുന്നുണ്ട്, ഇറച്ചി ജീവനോടെ വലിച്ചു പറിക്കുകയാണ്. ഉബൈബ് തങ്ങളുടെ കണ്ണ് നിറയുകയാ. വേദന സഹിക്കാൻ കഴിയാതെ അവിടത്തെ കണ്ണ് നിറയുകയാണ്. കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കുമ്പോ
ഉബൈബ് തങ്ങൾ കിടന്ന് പിടയുകയാണ്. ഉബൈബ് തങ്ങൾ കിടന്ന് പിടയുകയാണ്. ചിരിക്കുകയായി എല്ലാവരും, ആസ്വദിക്കുകയാണ് എല്ലാവരും. ഉബൈബ് തങ്ങൾ കടുകുമരത്തിൽ കിടന്ന് പിടയുന്നത് കണ്ടപ്പോ എല്ലാവരും ചിരിക്കുകയാ. ആ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കുമ്പോ അതാ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്ന. ആകാശലോകത്ത് നിന്ന് അസ്റായിൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും ഇറങ്ങി വരികയാണ്. അവര് ചോദിക്കുന്നു, എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? എന്തിനാ ഹുബൈബേ നീ ഭയപ്പെടുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. കരയല്ലേടാ ഹുബൈബേ, പേടിക്കല്ലേടാ ഹുബൈബേ, എന്തിനാടാ നീ പേടിക്കുന്നത്? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാ, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയടാ ഹുബൈബേ ശഹാദത്ത് കലിമ കേൾക്കട്ടെടാ. ആ ചിരിക്കുന്നവന്മാര് മുഴുവനും, ആ കളിയാക്കുന്നവന്മാര് മുഴുവനും കേൾക്കട്ടെടാ. ഉറക്കെ വിളിച്ചു പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കഴുകുമരത്തിൽ കിടന്ന് മരണവപ്രാളത്തിൽ പിടയുന്ന ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ആ കഴുകുമരത്തിൽ കിടന്ന് മരണവപ്രാളത്തിൽ ആ സക്കറാത്തിന്റെ അവസ്ഥയിൽ വിളിച്ചു പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ണ് തള്ളിപ്പോയടോ. ചിരിച്ചവന്മാരുടെ ഹൃദയത്തിൽ ഇടിത്തീ വീണതുപോലെ ഒരു നിമിഷം പതറിപ്പോയടോ. ഹുബൈബ് ശഹാദത്ത് കലിമ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് ശത്രുക്കൾ അവിടെ അത്ഭുതപ്പെടുകയാ. അവിടെ നിന്ന് മലക്കുകൾ പറഞ്ഞു കൊടുത്തു, പറയാറ് ഈ വാഴ കേൾക്കാമെന്ന ഉപ്പമാരോട്, വാപ്പാ നിനക്ക് തോന്നുന്നുണ്ടോ നീ രോഗം പിടിച്ചിട്ട് പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കടിച്ച് കിടന്നുറങ്ങിയിട്ട് വെളുപ്പാങ്കാലത്ത് രാവിലെ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോ എഴുന്നേറ്റ് തണുപ്പുള്ള നീ ആ വെളുപ്പാങ്കാലത്ത് വേച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉമ്മമാരേ, പെൺമക്കളും മരുമക്കളും മഗ്‌രിബിന്റെ സമയത്ത് ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് സീരിയൽ കാണുമ്പോ അതേ വീടിനകത്ത് നിസ്കാരം പാവിരിച്ചിട്ട് നിസ്കരിച്ച ഉമ്മമാരെ, ഇത് നിന്റെ മരണമാണ്, ഇത് നിന്റെ മരണമാണ്. അല്ലാഹു നിനക്ക് തരുന്ന മരണമാണ് പറയുന്നത്. നിനക്ക് ശഹാദത്ത് കലിമ പറയാ മക്കള് വേണ്ട, ഭർത്താവ് വേണ്ട, ഭാര്യ വേണ്ട, കൂടപ്പിറപ്പ് വേണ്ട, കുടുംബക്കാര് വേണ്ട, നാട്ടുകാര് വേണ്ട. പിന്നെ ആരാ പറഞ്ഞു തരുന്നതെന്നറിയുമോ? പിന്നെ ആര് പറഞ്ഞു തരുമെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നോട് പറഞ്ഞു തരും, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ചാരത്തിരുന്നിട്ട് പറയും, പറവാപ്പാ വാപ്പാ ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാണ്, ഈ ശഹാദത്ത് കലിമ പറഞ്ഞാ നിനക്ക് സ്വർഗമാണ്. വാപ്പാ പറയുന്നത് നിന്റെ കൂട്ടുകാരാണ്, ദുനിയാവിലെയും ആഖിറത്തിലെയും നിന്റെ കൂട്ടുകാരാണ് ഞങ്ങള്. പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരും ഉമ്മമാര്. നിസ്കരിച്ചിരുന്ന നീ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരിക.
പറയുകയാണ്, ഉബൈബ് ഇബ്നു അദിയ കഴുകുമരത്തിൽ കിടന്ന് മരണപ്രാളത്തിൽ പിടയുമ്പോ ശഹാദത്ത് കലിമ അവിടുന്ന് ഉറക്കെ വിളിച്ചു പറയുകയാ, പടച്ചവനെ മലക്കുകൾ പറയുന്നു, ചിരിക്കടാ ഹുബൈബ്, ഇതുവരെ അവര് ചിരിച്ചില്ലേടാ, ഇനി നീ ചിരിക്കടാ ഹുബൈബ്. തൂങ്ങി മരിക്കുന്നവന്റെ ജനാസ കാണാ പേടിയാണോ? കണ്ണ് തള്ളുമല്ലോ, നാവ് കടിച്ചു മുറിക്കുമല്ലോ, ശരീരം കീറി മുറിക്കുമല്ലോ, പതയും നൊരയും വായിലൂടെ ഒഴുകുകയാണ്, മലമൂത്ര വിസർജനം നടത്തുകയാണ്. എന്നാ ഉബൈബ് ഇബ്നു അദിയന്റെ ചിരി കാണാൻ തിരക്കായിരുന്നടാ ചെറുപ്പക്കാരാ. കഴുകുമരത്തിന് പടിഞ്ഞു കിടക്കുന്ന ഹുബൈബിനെ കാണാൻ ഇങ്ങനെ വന്നിട്ട് നോക്കുമായിരുന്നു. എത്രയോ പേര് മുസ്ലിമായി. ഉബൈബിന്റെ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ട്. ഉബൈബ് റളിയല്ലാഹുവിന്റെ തല എവിടേക്കാണിരുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെയാ. ശത്രുക്കൾക്ക് വാശിയായടോ. അവന് പറഞ്ഞു, ഇവന്റെ ജനാസ പോലും മുഹമ്മദിനെ കൊടുക്കരുത്, ഇവിടെ കൊണ്ട് ആ മലയുടെ മുകളിൽ കണ്ട് കെട്ടിത്തൂക്കൂ, അവിടെ കിടന്ന് പുഴുത്തു മാറട്ടെ, ഇവന്റെ ശരീരം പോലും അവർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജനാസ കൊണ്ട് കെട്ടി തൂക്കിയിട്ടിട്ട് അവര് കാവല് നിൽക്കുകയാ. പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമായി വാപ്പാ. നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സഹാബാ, ആരാ എന്റെ ഹുബൈബിനെ ഖബറടക്കുന്നതാരാ? എന്റെ ഹുബൈബിന്റെ ജനാസ ആരാണ് ഖബറടക്കുന്നത്? ഒരു സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ഞാൻ പോകാ നബിയേ, ഞാൻ പോകാ നബിയേ. അങ്ങനെ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കാൻ തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോ കാവല് നിൽക്കുന്ന ശത്രുക്കൾ മുഴുവനും കള്ളു കുടിച്ച് ആസ്വദിക്കുകയാ. അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് കള്ളു കുടിക്കുകയാണ്. സ്വഹാബി നോക്കുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ ചെറുപ്പക്കാരിയായ ഒരു പെണ്ണോടി വരികയാണ്. കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുന്ന കാവൽക്കാരോട് ചോദിക്കുകയാണ്, ഉബൈബിന്റെ തലയെവിടെ? ഉബൈബിന്റെ തലയെവിടെ? അവന് ചോദിച്ചു, ഈ പുഴുത്തു നാറിയവന്റെ തല നിനക്കെന്തിനാ? ഈ ചത്ത് കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എനിക്കവന്റെ തല വെട്ടി പൊളിച്ചിട്ട് തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് എനിക്കവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ ശപഥം ചെയ്തിട്ട് വന്നതാ. എനിക്കവന്റെ തലയോട്ടി വേണം, ആ ഹുബൈബിന്റെ തലയോട്ടി എനിക്ക് വേണം, എനിക്ക് കള്ളൊടിച്ചു കുടിക്കാൻ. ആരാ നിങ്ങളിൽ ആരാ വെട്ടിത്തരുന്നത്? നിങ്ങളിൽ ആരാണോ എന്റെ കയ്യിൽ ആ തല കൊണ്ട് തരുന്നത്? ഞാനവൻ എന്റെ ശരീരം തരാ. തന്റെ ശരീരം അങ്ങ് കാണിക്കുമ്പോ ഉരി പിടിച്ച വാളുമായി ഹുബൈബ് തങ്ങളുടെ തലവട്ടാരോടുകയാണ്. സഹാബിയും ദപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് നോക്കാൻ. സുബ്ഹാനല്ലാഹ്, തലവട്ടാ പോയവന്മാര് മുഴുവനും ജീവനും കൊണ്ടോടുകയാണ്, മരണപ്രാളത്തിലോടുകയാണ്. എന്താണ് നടക്കുന്നതെന്നും കാണുന്നില്ല. എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ്. ഒരുപാട് സമയമൊന്നും കാണുന്നില്ലടോ. അവസാനമൊന്ന് ശാന്തമായപ്പോ ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് സ്വഹാബി ഇറങ്ങുകയാണ്. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ജനാസ കാണുന്നില്ല. എന്തു പറ്റിയെന്നറിയില്ല. കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ചെല്ലുകയാണ്. നബിയേ, ജനാസ കാണുന്നില്ല നബിയേ, ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് ചെന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ,
എന്റെ ഹുബൈബിനെ കബറടക്കി സഹാബ, എന്റെ ഹുബൈബിനെ കബറടക്കി സ്വഹാബ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആരാ നബിയേ? എടാ ചെറുപ്പക്കാരാ, ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിനെ കബറടക്കിയത് ആരാണെന്ന് നിനക്കറിയുമോ മോനെ? നിനക്ക് ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? 5 വഖത്ത് നിസ്കാരം ജീവിതത്തിൽ മുറുകെ പിടിക്കടാ. ഏതു പ്രതിസന്ധിയിലും നിസ്കരിക്കുമെന്ന് തീരുമാനമെടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? നിസ്കരിക്കുന്ന യുവത്വത്തോട് പറയുകയാ, മോനേ, ഒരു ദിവസം പോത്തങ്കോട് പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ട്. അല്ലാഹുവേ, എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ടാർപ്പ് കെട്ടുകയാ, കസേര നിരത്തുകയാ, കുടുംബക്കാര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. വീടിന്റെ പരിസരത്ത് അടുപ്പ് കൂട്ടിയിട്ട് ചൂടുവെള്ളം തയ്യാറാക്കുകയാണ്. അവസാനം മരിച്ചു കിടക്കുന്ന നിന്റെ ജനാസ എടുത്തിട്ട് വീടിന്റെ സൈഡിൽ ഒരുക്കി വെച്ചിട്ടിരിക്കുന്ന ടാർ റൂമിലേക്ക് കൊണ്ടുചെന്നിട്ട് നിന്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയാ, നജസുകൾ ഒഴിവാക്കുകയാ, നഖത്തിനിടയിൽ അഴുക്കുകൾ പോലും എടുത്തു കളയുകയാ. പടച്ചവനെ, ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്നെ കുളിപ്പിക്കുകയാ, സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാ, ഉളുവെടുപ്പിക്കുകയാ, നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കുകയാണ്. എന്നിട്ട് നാദാ, വെള്ളത്തുണിക്കകത്ത് നിന്റെ ജനാസ പൊതിയുകയാണ്. വെള്ളത്തുണിക്കകത്ത് നിന്റെ ജനാസ പൊതിഞ്ഞു കഴിയുമ്പോ ഒരാള് പുറത്തു വന്നിട്ട് പറയുന്നു, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ. അനുസരണയോടെ എല്ലാവരും മാറി നിൽക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്ന സൂക്ഷ്മതയോടെ നിന്റെ ജനാസ ചുമന്നുകൊണ്ട് വരികയാണ്. വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടമ തുണിയുടെ മുകളില് നിന്നെ കൊണ്ടുവന്ന് മലർത്തിക്കടത്തും ചെറുപ്പക്കാരാ. എല്ലാവരും വന്നിട്ടുണ്ടടാ. കുടുംബക്കാരും നാട്ടുകാരും അയൽവാസികളും കൂട്ടുകാരും. വിളിച്ചില്ലെന്ന് പരാതിയില്ല, വിളിച്ചില്ലെന്ന് പരാതിയില്ല. നിന്റെ വീട്ടിൽ ഇതുപോലെ ജനം കൂടിയിട്ടില്ല. അങ്ങനെ നാട്ടുകാർ മുഴുവനും നിന്റെ വീടിന്റെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോഴാണ് നിന്റെ തലയുടെ ഭാഗത്ത് നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാ, ആ പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ, പഞ്ഞി വാങ്ങുകയാണ്, മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാണ്. കാണണ്ടവരൊക്കെ കണ്ടോ, കാണണ്ടവരൊക്കെ കണ്ടോ, ഇതാ പുതിയ പോകുകയാ. എല്ലാവരും നിന്നെ അവസാനമൊന്ന് കാണുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടിയപ്പോ ആരോ വിളിച്ചു പറയുന്നുണ്ട്, കണ്ടതൊക്കെ മതി പുതിയാർ. അല്ലാഹുവേ, ആ തുണിയങ്ങ് പൊതിഞ്ഞു കഴിഞ്ഞ മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം എപ്പോഴാണ്? സമാധാനിപ്പിക്കാൻ പോലും കഴിയാത്ത സമയമാണ്. എന്റെ ഉപ്പാരെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാരെ കൊണ്ടുപോകല്ലേ, എന്റെ ഇക്കാരെ കൊണ്ടുപോകല്ലേ, എന്റെ പൊന്നുമോനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മരണ വീട്ടിന് മുഴുവനും നിലവിളി കേൾക്കുന്ന സമയമാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ
നിന്ന് ഹയ്യ അലസ്വലാ ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ പള്ളിയിലേക്ക് ഓടിച്ചെന്ന ചെറുപ്പക്കാരാ, പോത്തങ്കോട് പള്ളി നിറയുമടാ മോനെ, സ്ഥലമില്ലടാ ചെറുപ്പക്കാരാ. പള്ളിയും പരിസരം മുഴുവനും നിറയുകയാണ്, പള്ളിയും പരിസരം മുഴുവനും നിറയുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ലോ, കേന്ദ്രമന്ത്രിമാര് വരുന്നത് കൊണ്ടല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുന്നത് കൊണ്ടല്ലോ, പിന്നെ ആരാ വരുന്നതെന്നറിയോ? വിവിഐപികൾ വരുവടാ മോനെ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ പള്ളിയിൽ ചെന്ന് നിസ്കരിച്ച ചെറുപ്പക്കാരാ, എത്ര സുഖമില്ലെങ്കിലും നിസ്കരിച്ച ഉമ്മമാരെ, നിന്റെ ജനാസ കാണാ, നിന്റെ ജനാസ കബറടക്കാൻ വിവിഐപികൾ കടന്നു വരികയാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ അല്ലാഹുവിന്റെ കൽപ്പനകളെ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ വരുമടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മലക്കുകൾ വരുമടാ. പടച്ചവനെ, ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരന്റെ ജനാസ കബറടക്കിയതാരെന്നറിയോ? സ്വഹാബാ, മലക്കുകളാ സ്വഹാബാ. എന്റെ ഹുബൈബിനെ കബറടക്കിയതും മലക്കുകളാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ ഈ വാഴ കേൾക്കാമെന്നവരോട് പറയുകയാ, ഞാനല്ല പറയുന്നത്, അല്ലാഹുവാ പറഞ്ഞത്. വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അതുകൊണ്ട് നിസ്കാരം മുറുകെ പിടിച്ചോ, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വാഴ്ത്തി പറഞ്ഞ, അല്ലാഹു പുകഴ്ത്തി പറഞ്ഞ, അല്ലാഹു അവിടുന്ന് സ്വാഗതം പറഞ്ഞ, സന്തോഷ വാർത്ത പറഞ്ഞ ആ മുഹ്ബത്തീങ്ങളുടെ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അവരുടെ മുമ്പിൽ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് വല്ലാത്ത ഭയമാണോ? അവർ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാ, അവർ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാ. അല്ലാഹുവേ, ആ ഒരു ഭയം നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. മൂന്നടയാളമാണ് അല്ലാഹു പറഞ്ഞത്. ആ മൂന്നടയാളത്തിൽ ഒരടയാളം അവൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരിക്കും. അല്ലാഹു ആ ഭയം നമുക്ക് നൽകുമാറാകട്ടെ, അല്ലാഹു ആ ഭയം നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം നല്ലതുപോലെ കഴിഞ്ഞു, എല്ലാം താമസിച്ചു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 11 മണിയാകാൻ പോകുന്നു, 10:50 അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ സന്തോഷം നിങ്ങളൊക്കെ വന്ന് കാണാനും ഇതുപോലൊരു സ്ഥാപനത്തിൽ വരാനും, അൽഹംദുലില്ലാ ഇതുപോലൊരു മജ്ലിസിൽ വന്ന് പ്രസംഗിക്കുവാനും ദുആ ചെയ്യുവാനും അല്ലാഹു ഒരു അവസരം നൽകി. അൽഹംദുലില്ലാ, അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതുമൊക്കെ അല്ലാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്, മുദരിസീങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് വലിയ പ്രസംഗിക്കാനൊന്നും അറിയില്ല, വലിയ പണ്ഡിതനൊന്നുമല്ല, ഞാനൊരു മുത്തഅല്ലിമ. അതുകൊണ്ട് എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും അദബുകേട് വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ കൂടുതലും പ്രായമുള്ളവരെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എൻ്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. അല്ലാഹു പുറത്തേരുമാറാകട്ടെ, അല്ലാഹു പുറത്തേരുമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ? പൊരുത്തപ്പെടൂലേ? എടാ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നോക്കാൻ സിറാജ് എന്നാടാ അതിനർത്ഥം. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞതിനർത്ഥം എന്താ? ഞാൻ ചോദിക്കുന്ന പൊരുത്തം തരുവോ? ഇൻഷാ അല്ലാഹ് നോക്കണ്ട, നേരം വെളുപ്പിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. അല്ലാഹു പുറത്തേരുമാറാകട്ടെ, അല്ലാഹു നമ്മുടെ പാവങ്ങളൊക്കെ പുറത്തേരുമാറാകട്ടെ. ദുആ ചെയ്തൂടെ? ഞാൻ ഉറങ്ങിയില്ലടോ ഇന്നലെ രാത്രി, പരിപാടി കഴിഞ്ഞിട്ട് ഉറക്കമില്ല. അതിൻ്റെതായ ചില പ്രയാസങ്ങളുണ്ട്.
നീ ഇപ്പോൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വീട്ടിൽ പോകണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവരടുത്ത കൊല്ലം വിളിക്കുവാണെങ്കിൽ ഇതിൻ്റെ ബാക്കി അടുത്ത വർഷം പറയാം. അള്ളാഹു ആയുസ്സും ആരോഗ്യം ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ ദുആ ചെയ്തൂടെ? നിങ്ങൾക്ക് എന്തേ ഒരു സന്തോഷമില്ലാത്ത? ദുആ ചെയ്തൂടെ? സുഖമാണോ എല്ലാവർക്കും? സുഖമാണോ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ പാ തുറന്ന് കാണിക്കുക, പല്ലുവേനയാണ്. സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണല്ലേ. ചിലര് ചിരിക്കുന്നു, ചിലര് തലകുനിക്കുന്നു. അങ്ങനൊന്നും അല്ലയുടെ മറുപടി. ഒരു അറിവ് പഠിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതിയോട് ചോദിച്ചു, സുഖമാണോ? അൽഹംദുലില്ലാഹ് ഖൈർ. എനിക്ക് സുഖമാണ് നബി, അൽഹംദുലില്ലാഹ്. അപ്പൊ ഒരു മറുപടി കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാൾ പുറകിൽ വന്നു. ആ ആളോടും ചോദിച്ചു, സുഖമാണോ? അപ്പൊ പറഞ്ഞു, സുഖമാണ് നബിയെ, റാഹത്താണ് നബിയെ, ഖൈറാണ് നബിയെ. അപ്പൊ നബി തങ്ങളൊന്നും മിണ്ടിയില്ല, ചിരിച്ചു. അപ്പൊ ഈ ചങ്ങാതി തന്നെ ചോദിച്ചു, എനിക്ക് ബർക്കത്തില്ലേ എന്ന്. ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തല്ലോ നബി, എനിക്കില്ലേ? നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയന റസൂലുള്ളാഹി. ഇനി പറ, സുഖമാണോ? സുഖമാ? ഇതെന്താ ആദ്യം പറയാന്? ഈ അൽഹംദുലില്ലാ എന്താ ആദ്യം പറയാന്? അത് ഞങ്ങൾക്ക് മാത്രം ഉള്ളതാന്ന് വിചാരിച്ചു. അത്ര തന്നെ അല്ല, എല്ലാവർക്കും ഉള്ളതാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ആര് സുഖമാണെന്ന് വെച്ചാൽ എന്ത് പറയണം? അൽഹംദുലില്ലാ, സുഖമാണ്, അൽഹംദുലില്ലാ. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ 2 മണിക്കൂറത്തെ വഅലിനെക്കാളും നല്ലത് ഈ ഒറ്റ അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ പഠിച്ച ഏക അറിവെന്താ? സുഖമാണോ? കച്ചവടമൊക്കെ ഉണ്ടോ? ജീവിതമൊക്കെ റാഹത്താണോ? ഇത് മതി. ഈ അൽഹംദുലില്ലാ മതി രക്ഷപ്പെടാൻ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്ഥാപനം, 10-40ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം, ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപ ചെലവ്. ബഹുമാനായ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഇവിടെ പിരിവുകാരൊന്നും ഇല്ല, രസീത് അടിച്ചിട്ട് ഇങ്ങനെ പിരിവോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർ ഇവരെ വരും, കൊടുക്കും. അതുകൊണ്ടാണ് ഈ മക്കൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആരെല്ലാം ഇതിനെ സഹായിക്കുന്നവരുണ്ടോ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, അള്ളാഹുവിന്റെ ദുനിയാവ് ആഖിറവും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തൂടെ? അപ്പൊ എല്ലാരും എഴുന്നേറ്റ് വാ. കഴിഞ്ഞു വാ, ഇനി നിൽക്കാം. വാടാ മക്കളെ, കഴിഞ്ഞു എഴുന്നേറ്റോ കാക്കാമാരെ, എഴുന്നേറ്റോ. വാ, ഇവിടെ ഓടി വാ. ഹസനക്കാക്ക എന്തേ? ഹസൻ മുരാളി വാ. പച്ചക്കറി എടുത്ത് വെച്ചോ? പച്ചക്കറി എടുത്തായിരുന്നു. എല്ലാരും വാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. ഇങ്ങോട്ട് വാ, മഴയൊന്നും പെയ്യൂല. വാപ്പാ, നാളെ വള്ളിക്കുഴി പോവല്ലേ? വാ, ഇന്നും കൂടെ ഉള്ളു. വാ, അൽഹംദുലില്ലാ. എല്ലാരും വാ, അടുത്തടുത്ത് നിൽക്കുക. അള്ളാഹു നമ്മുടെ മനസ്സുകൾ അടുപ്പിച്ചു തരുമാറാകട്ടെ.